US-ൽ കഴിയുന്ന മുഴുവൻ ദക്ഷിണ സുഡാൻ പൗരന്മാരുടെയും വിസ റദ്ദാക്കി. US-ൽ നിന്ന് തിരിച്ചയച്ച സൗത്ത് സുഡാനിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നടപടി. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ അതത് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, കേൾക്കാമെങ്കിൽ തുടരാം. ദേവിക, ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുക അമേരിക്കയുടെ മണ്ണിൽ നിന്ന് എന്ന കൃത്യമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ചുമതല നിർവഹിക്കുക തന്നെയാണ് നിലവിലെ അമേരിക്കൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായാണ് കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി ദക്ഷിണ സുഡാനിൽ നിന്നും നിരവധി പേരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനധികൃതമായി പല വഴിയിൽ കടന്നു കയറിയവരെ തിരിച്ചയക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവരെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന നിലപാട് സൗത്ത് സുഡാനിലെ ഭരണകൂടം സ്വീകരിക്കുകയും ഇവരെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് 60-ലേറെ പേരുടെ വിസ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിസ റദ്ദാക്കുന്നത്, അതായത് ഒരു തരത്തിലും അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തവരോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. ഇക്കാര്യത്തിൽ മറ്റൊരു ആലോചനയ്ക്ക് സാഹചര്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ അല്ലെങ്കിൽ പരസ്പരമുള്ള ശക്തമായ സംഘർഷങ്ങൾ രൂക്ഷമായ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ളവരുടെ വിസയുടെ സംബന്ധിച്ചുള്ളതും അതുപോലെ തന്നെ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ചും കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുക എന്നൊരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ അതായത് തിരിച്ചയക്കുന്നവരെ, അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ അതത് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന അവസാന മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് മാർക്കോ റൂബിയോയുടെ നിലപാടും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വളരെ കൃത്യമായി ഇക്കാര്യം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി വൻതോതിൽ ഒരു കുടിയേറ്റം നടന്ന ഒരു രാജ്യം കൂടിയാണ്, ആഫ്രിക്കൻ രാജ്യം കൂടിയാണ്, അമേരിക്കയിലേക്ക് നടന്ന ഒരു ആഫ്രിക്കൻ രാജ്യം കൂടിയാണ് സൗത്ത് സുഡാൻ. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് ഭരണകൂടവും. നിരവധിയായ ഇത്തരം കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന വിശദീകരണവും ലഭ്യമാകുന്നുണ്ട്. ദേവിക, വിസ റദ്ദാക്കിയതിന് പിന്നാലെയുള്ള തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? മറ്റ് വിവരങ്ങളും കൂടി. സ്വാഭാവികമായും വിസ റദ്ദാക്കുന്ന അമേരിക്കയിലെ സംഭവങ്ങളിലെല്ലാം തന്നെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് സംവിധാനം, അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സറണ്ടർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റിയാണ് പ്രധാനമായും നടക്കുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിന് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ സ്വയം കീഴടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് സ്വമേധയാ വിസ റദ്ദായതിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കുകയും സ്വമേധയാ തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അങ്ങനെ തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം ലഭ്യമാകുമെന്നതാണ് ഒരു ലളിതമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി അവർക്ക് ഗുണകരമായി വരുന്ന ഒരു കാര്യം. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കുകയും അമേരിക്കയിൽ തന്നെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഡിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇവരെ കടുത്ത നടപടികൾക്ക് സ്വീകരിക്കുന്നതിനും തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് കസ്റ്റഡിയിൽ നിന്ന് നിർത്തുന്നതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവർ വിചാരണ ചെയ്യപ്പെട്ട് തടവിൽ കഴിയുന്ന കുറ്റവാളികളല്ല എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ നേരത്തെ നടന്ന എൽ സാൽവഡോറിന്റെ ഒക്കെ മാതൃകയിൽ ജയിലിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള നടപടികളൊന്നും അസാധ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പോർട്ടേഷൻ സാധ്യമാകണമെങ്കിൽ അതത് രാജ്യങ്ങൾ കൂടി അതിന് അനുമതി നൽകണം, അല്ലെങ്കിൽ ഇവരെ അവിടെ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇത്തരം ഒരു നീക്കം ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അക്കാര്യം സംബന്ധിച്ച് മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പരിധിവരെ അമേരിക്കയിലുള്ളവരെ സ്വമേധയാ തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക.